തന്നെ നമുക്ക് സന്തോഷമുള്ളൂ. ഇവര് ഇത് സന്മനസ് പോകുന്നതിൽ നമ്മള് വേലക്ക് വെള്ളം കുടിക്കും. അതെ അതെ. വന്യമൃഗ ശല്യവും അത് കാട് കളിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ആരുടെ ആവശ്യപ്പെട്ടായിരുന്നോ? ആവശ്യപ്പെട്ടപ്പോ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ട് പറഞ്ഞത് പിന്നെ ആള് താമസമില്ലാത്ത പറമ്പില്ലേ നമുക്ക് ഓരോരുത്തരോടും പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. ക്ലീനിങ് ടാങ്കിന്റെ ഉള്ളവശമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ടാങ്ക് തിരിച്ചു വെക്കാൻ പോകട്ടോ. ചേച്ചി അവിടെ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എന്നാ കറി ചേച്ചി ഉണ്ടാക്കുന്നത്? കറി ഇറച്ചിക്കറി, ബീറ്റ്റൂട്ട് തോരൻ, ഇതുണ്ട്. ഏതാ? ബീറ്റ്റൂട്ട് അല്ല, ക്യാരറ്റ്, പിന്നെ തൈരുണ്ട്. ഓഹോ, മീൻ വറുത്തത്. അടിപൊളി പരിപാടിയാണല്ലോ. അയ്യോ, നിങ്ങള് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വലിഞ്ഞു. എന്താ ചെയ്യാ, വണ്ടിയും കുടുങ്ങി പോയി. വണ്ടി കുടുങ്ങിയ അങ്ങനെ പോണം കാരണം. നമസ്കാരം, ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ ചപ്പമല എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മുടെ തങ്കച്ചേട്ടന് വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതായാലും അത് നമുക്ക് വേണ്ടിയിട്ട് ഒരു 3 ആളുകളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വാട്ടർ ടാങ്ക് അവിടെ കൊണ്ട് എത്തിക്കാനും അതുപോലെ തന്നെ പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അവർക്ക് ആ ഒരു വാട്ടർ ടാങ്ക് അവിടെ നിന്ന് എത്തിച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിലും അവരുടെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരം ആകട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ ജീപ്പിൻ്റെ അകത്ത് ടാങ്ക് കയറ്റി, ടാങ്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്ന കടയിൽ നിന്ന് നമ്മൾ വേറെ ഒരു വണ്ടിക്ക് കയറ്റി നമുക്ക് ഇവിടെ നീണ്ടുനോക്കി എന്ന് പറയുന്ന കൊട്ടിയൂർ ടൗണിൽ എത്തിച്ചു. അവിടെ നിന്ന് നമ്മൾ ടാങ്ക് വീണ്ടും അടുത്ത വണ്ടിയിൽ കയറി, കാരണം എല്ലാ വണ്ടിയും ആ മുകളിലേക്ക് ഓഫ് റോഡ് പോവില്ല. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പെട്ടെന്ന് തീർക്കാം നമുക്ക്. അല്ല, പകല് കുഴപ്പമില്ല, ഒരു 5 മണി 6-7 മണി ഇരുട്ടായിട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ ടാങ്ക് നമ്മൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ടാങ്ക് ഇറക്കി വെച്ചു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീപ്പ് മുന്നോട്ട് പോയി തിരിച്ച് വരുന്ന വഴിക്ക് ജീപ്പ് കുടുങ്ങിപ്പോയി കേട്ടോ. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീപ്പ് കുടുങ്ങിപ്പോയിട്ട് നമ്മളൊരു 1.5-1.25-2 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ജീപ്പ് അവിടെ നിന്ന് പിന്നെ കയറ്റിയെടുക്കാനായിട്ടുള്ള തത്രപ്പാടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ സമയം നമ്മുടെ അങ്ങനെ പോവുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താഴെ നോക്കുമ്പോൾ ഞാൻ ആ ബീലിന്റെ അടിയിൽ കുറിച്ചിരുന്നേ. മെനക്കാടായില്ലേ?
ഇച്ചിരി കൂടെ പോകണം പുറത്ത് കാരണം ഒരു കല്ല് വെച്ച് കൊടുക്കും. ഒരു കല്ല് വെച്ചാൽ കിട്ടും. കുറേന്ന് മാറ് കല്ലടിക്കും. എന്താ പിന്നെ മെനക്കേടായി പോയി കേട്ടോ. ഒന്നാം ഘട്ടം കയറി. ഞാനൊക്കെ പോയിട്ട് ആ വണ്ടി ഇവിടെ കുടുങ്ങി പോയിട്ട് കുറെ ബുദ്ധിമുട്ടി പോയി. അത് ടാപ്പ് പിടിപ്പിക്കാനുള്ള ചേട്ടനത് കുത്തിപ്പിടിക്കാൻ അതുകൊണ്ട് വേറെ മേടിച്ചു തരാം. കുത്തിപ്പിടിക്കാനുള്ള വടി വേറെ മേടിച്ചു തരാം കേട്ടോ. അത് ടാപ്പ് പിടിക്കാനുള്ള, അതിന്റെ അത് മണ്ണ് കയറിപ്പോയാൽ പിന്നെ കിട്ടിയതാ. ആ ചേട്ടനെ വിചാരിച്ചു ഞങ്ങള് ചേട്ടനെ കുത്തി പിടിക്കാൻ കൊണ്ടുവന്ന വടിയാണ്, ടാപ്പ് പിടിപ്പിക്കാൻ കൊണ്ടുവന്ന സ്റ്റീൽ പൈപ്പ് ആവട്ടെ. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ കാണുന്ന മണ്ണൊക്കെ ഇപ്പം ഞങ്ങൾ ഇതിനു വേണ്ടി ഈ സൈഡിൽ നിന്നൊക്കെ മണ്ണിടിച്ച് ഇവിടെ ഇട്ട്, അതുപോലെ തന്നെ കട്ട ഉണ്ടായിരുന്നു, ചെറിയ കട്ടയൊക്കെ പൊട്ടിച്ചിട്ട് കേട്ടോ. സൈനിക്കാൻ്റെ വണ്ടി കയറാത്തതുകൊണ്ട് നമ്മൾ ചെയ്ത പരിപാടി. അപ്പം ആൽവിനും സഹായിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം മെനക്കെട്ട് കുറേ സമയം ഞങ്ങളങ്ങനെ പോയി കേട്ടോ. ഇത് വണ്ടി തിരിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറുന്നില്ല. കുറേ നേരം കളിച്ചു. ആദ്യം ഒരു പകുതി കയറി, പിന്നെ പകുതി കയറി, അങ്ങനെ കുറേ നേരം തിരഞ്ഞെടുത്തിട്ടുണ്ടോ. ഇതൊക്കെ തെന്നി കളിച്ച സ്ഥലങ്ങളാണ്. ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഇതാണ് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വണ്ടി വിളിച്ചാൽ വരാത്തതിൻ്റെ കാരണം. പിന്നെ പ്രത്യേകിച്ച് ഈ പുല്ലും കൂടെ ആയതുകൊണ്ട് കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതായാലും നമ്മൾ ടാങ്ക് കൊണ്ടുവന്നു കേട്ടോ. നമ്മളിവിടെയാണ് ടാങ്ക് പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ഥലമൊക്കെ ഇച്ചിരി കുറവായതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് ലെവലാക്കുക കേട്ടോ. ഇന്ന് മൊത്തം നമുക്ക് ഇരട്ടി പണിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആൽവിൻ സഹായിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടി പോയി, വണ്ടിയും കയറുന്നില്ലായിരുന്നു. അതായത് ചേട്ടാ ടാങ്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടി പോയില്ലേ. അയ്യോ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വലിഞ്ഞു, എന്താ ചെയ്യാ. വണ്ടിയും കുടുങ്ങിപ്പോയി. അങ്ങനെ 1 മണിക്കൂർ നമുക്ക് അങ്ങനെ പോയി. 1 മണിക്കൂർ അവിടെ പോയി. ഏതായാലും ഇവിടെ കൊണ്ടുവന്നല്ലോ അല്ലേ. കൊണ്ടുവന്നു. ഇത് ശരിയായി കഴിഞ്ഞാൽ ഈ വേനൊക്കെ വെള്ളം എന്തായാലും എല്ലാം കൂടി 10,500 ലിറ്റർ ഉണ്ടാവുമല്ലോ പഴയ ടാങ്കടക്കം. അപ്പൊ അത് മതിയാവും. കഴിഞ്ഞ വരും താഴെ നമ്മൾ കൊണ്ടുവരല്ലേ. 1200 രൂപ 10,000 രൂപ മുകളിൽ പൈസയുമായി. പിന്നെ മെനക്കോട് ഇതുപോലെ കഷ്ടപ്പാടും. അപ്പൊ അതിനൊരാശ്വാസം. അതെ. കഴിഞ്ഞ വർഷം ഈ വേനക്ക് വെള്ളം താഴെ നിന്ന് അടിച്ചു കയറ്റിയില്ലേ. താഴെ നിന്നുണ്ടെന്ന് ഈ കഴിഞ്ഞ വേനക്ക്. ഏതായാലും നമ്മൾ അതിനൊരു പരിഹാരമാണ് നമ്മളിപ്പോൾ ഈ ടാങ്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ടാങ്ക് ഇവിടെ പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് നമ്മൾ പൈപ്പ് തൊട്ട് പുറകെ നമുക്ക് പൈപ്പൊക്കെ വെച്ചിരിക്കുന്നതാണ്. ആ പൈപ്പ് നമ്മൾ ഇവിടെയൊക്കെ പിടിപ്പിച്ച് അത്യാവശ്യവർക്ക് സൗകര്യത്തിന് എല്ലായിടത്തും കിട്ടുന്ന രീതിയിലാക്കണം എന്നുള്ളൊരു ചിന്തയിലാണ്. കാലാവസ്ഥ ഞങ്ങൾ ആദ്യം മഴക്കാരൊക്കെ കയറിയാന്ന്, പക്ഷേ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഴക്കാരൊക്കെ പോയി കേട്ടോ. കാലാവസ്ഥ നമുക്ക് എന്നത്തെയും പോലെ തന്നെ അനുകൂലമായി മാറിയിരിക്കുകയാണ്. അതിങ്ങനത്തെ പരിപാടികൾക്ക് പോകുമ്പോൾ പ്രത്യേകത കേട്ടോ, കാലാവസ്ഥ പെട്ടെന്ന് നമുക്ക് അനുകൂലമാകും കേട്ടോ. ഞാനും വിചാരിച്ച് മഴയായി പോകും, കുളമായി പോകും. മഴ ആയിക്കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ മാന്തരൊക്കെ കുളമായി പോകും, ചെടിയായി പോയേനെ. ജീപ്പ് അത്രയും പോലും കയറിയല്ലായിരുന്നു കേട്ടോ. ഏതായാലും കാലാവസ്ഥ നമുക്ക് അനുകൂലമായി. ആ വേര് പ്രശ്നമാവുക ചതയ്ക്കാനാ. ഷീറ്റൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കാണിക്കാമോ. നമ്മൾ അതിൻ്റെ അടിയിൽ ഗ്രീൻ നെറ്റ് വിരിച്ചിട്ടാണ് ഇപ്പോൾ പുറത്തോടെ പഴയൊരു ടാർപോളിനും കൂടെ വിരിച്ചു. കാരണം ഒന്നും ഈ ടാങ്കയിൽ കൊണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിൽ ചെയ്യുന്നതാണ്. അതെ. വെയിറ്റ് വരുമ്പോൾ ചിലപ്പോൾ മതി. ചവിട്ടി നോക്കിയിട്ട് തടയുന്നൊന്നുമില്ലല്ലോ, കല്ലൊന്നും കൂർത്തിരിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. വെയിറ്റ് വരുമ്പോഴേ ഉണ്ടല്ലോ. ഇവിടെ പണിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു ചായ ഇങ്ങോട്ടുണ്ട്, അങ്ങോട്ടാ അവിടെ മൊത്തം കല്ല. ചെറിയ ചായ ഇങ്ങോട്ട് വേണം, വെള്ളം കവിഞ്ഞ് ഇങ്ങനെ പോകണം. നമുക്ക് എടുത്താലോ. അങ്ങനെ നമ്മൾ ടാങ്ക് താഴേക്ക് ഇറക്കി വെച്ചു കേട്ടോ. കണ്ടായിട്ടുണ്ട് ടാങ്കാണ്. എല്ലാവിധ പ്രൊട്ടക്ഷൻ, UV പ്രൊട്ടക്ഷനൊക്കെ ഉള്ള
നല്ല ടാങ്ക് തന്നെ കേട്ടോ. അതിനിപ്പോൾ അത് ഇവിടെ തുളയ്ക്കണം. ഇവിടെ തുളച്ചിട്ടാണ് നമ്മളിനി പൈപ്പ് ഇടാനായിട്ട് പോകുന്നത് കേട്ടോ. പിടിച്ചാൽ മതി ഈ പവറൊക്കെ ആയതുകൊണ്ട് പിടിച്ചില്ലെങ്കിൽ ഊരിപ്പോ. ഇങ്ങോട്ട് വന്നോ അതേ പിടിക്കണ്ട. ഇതാണേ ടാങ്കിൻ്റെ അകത്ത് കയറിയിട്ടോ. ഭയങ്കര റിസ്ക്കുള്ള വന്നു. ഇപ്പം ആൽവിൻ ടാങ്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഞങ്ങളിവിടെ തള്ളി പിടിച്ച് വെച്ചേക്കുക. ഉരുണ്ടുപോയാൽ അങ്ങ് നീണ്ടു നോക്കി എത്തൂല്ലേ? ഉരുണ്ടുപോയാൽ നീണ്ടു നോക്കി നോക്കിയാൽ മതി, ടൗണിൽ എത്തും. കിട്ടിയോ? എന്നാ ടാങ്ക് കണക്ടർ പിടിപ്പിച്ചിരിക്കുക കേട്ടോ. ഉള്ളിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുവാണ്. തിരിക്കാം. ക്ലീനിങ് ടാങ്കിൻ്റെ ഉൾവശമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ടാങ്ക് തിരിച്ചു വെക്കാൻ പോകാം കേട്ടോ. ഇങ്ങോട്ട് വലിച്ചു വെക്കണം കേട്ടേ. ഇങ്ങോട്ട് ചുറ്റിക്ക്. നമ്മൾ പണി തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു മഴ പെട്ടെന്ന് വരും കേട്ടോ. നമ്മുടെ പണി ഇങ്ങനെ തടസ്സപ്പെടുന്ന പോലെയാണ് തോന്നുന്നത്. ഭയങ്കര കാറ്റാണ്. മരമൊക്കെ കിടന്ന് ആടുന്നുണ്ടോ. ആകാശമൊക്കെ ഉണ്ട്. പെട്ടെന്ന് നിറം മാറിയിട്ടുണ്ടോ. കോട വരുന്നുണ്ടോ? വയനാടൻ കോട വരുന്നുണ്ടോ? മഴയും കോടയും. ഇപ്പം കാലാവസ്ഥയൊക്കെ മാറി കേട്ടോ. ഇത്ര നേരം നമ്മൾ കണ്ട പോലത്തെ അവസ്ഥയല്ല. ഉണ്ടോ പറമ്പിൽ കൂടെ ഒക്കെ ഉണ്ടോ? ഉണ്ടോ? പോക പോലെയാണ് വരുന്നത്. പോക പോലെ. അങ്ങനെ ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ശരിക്കും നമ്മൾ ഇന്ന് ഇതിൻ്റെ പണി മൊത്തം തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷെ നമ്മുടെ പണികളൊന്നും വിചാരിച്ച പോലെ നടന്നില്ല. നിങ്ങൾ രാവിലെ ആദ്യത്തെ തുടക്കത്തിൽ കണ്ടു കാണുമല്ലോ, ജീപ്പ് കുടുങ്ങി പോകുന്നതും. അങ്ങനെ അത് തള്ളി കയറ്റാനായിട്ട് തന്നെ നമ്മൾ 1 മണിക്കൂർ എടുത്തു. നമ്മൾ മുഴുവനൊന്നും ഇതിൻ്റെ അകത്ത് കാണിച്ചില്ല. കുറേ മണ്ണൊക്കെ വെട്ടിയിട്ടിട്ടാണ് അത് ചെയ്തത്. അതിനുശേഷം നമ്മൾ പണിയൊക്കെ തുടങ്ങി ടാങ്കൊക്കെ വെച്ച് ടാങ്കൊക്കെ ലെവലാക്കി ഇങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കും പൊരിഞ്ഞ മഴയും തുടങ്ങി. നിങ്ങൾ കണ്ടാണ് കോടയൊക്കെ വന്നതും പിന്നെ അത് മഴയായി മാറി. ഇപ്പോൾ രണ്ടാമത് മഴയൊക്കെ കഴിഞ്ഞിപ്പോൾ കോടയായി കേട്ടോ. മഴ ഒക്കെ കഴിഞ്ഞിപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വർക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മളിനി ഒരു പ്രാവശ്യം കൂടെ എന്തായാലും വരേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഇന്ന് വർക്ക് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷനിൽ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ദിവസത്തെ കാര്യമായിരിക്കും കേട്ടോ. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് ക്യാമറ ഊരി മത്തഞ്ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കണം. അതാണ് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നു. രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പിടിപ്പിച്ചതിന് ശേഷം ഒരു 2-3 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് ചാറ്റമഴയൊക്കെ ഉണ്ട്. നമ്മൾ കുടയൊക്കെ ചൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിത് പിടിപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. ഇത്രയായി. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ടാപ്പ് കൊടുത്ത് അവർക്ക് വെള്ളം അവർക്ക് ആ ഒരു സ്ഥലത്ത് കിട്ടുന്ന രീതിയിലാക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. പിന്നെ കാപ്പിയാ? കാപ്പി. മഴ നനയണ്ട, കയറിപ്പോയിക്കോ. അപ്പം അങ്ങനെ നമ്മൾ പൈപ്പ് താഴേക്ക് എത്തിക്കാം. അപ്പോൾ ഇവിടെ ഒരു കുഴിയൊക്കെ കുഴിച്ച് ഇങ്ങോട്ട് എത്തിക്കാനുള്ള പരിപാടി കേട്ടോ. ചേച്ചിയും ചേട്ടനും കൂടി ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതുണ്ടോ ഇവിടെ ഈ പൈപ്പ് ഇങ്ങനെ കുഴിച്ച് നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ പൈപ്പ് ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പൈപ്പ് നമ്മൾ അവിടെ കൊടുക്കും. അതായത് ഫ്രണ്ടിൽ നിന്നൊക്കെ ഇവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട്. ഒരു പൈപ്പ് നമ്മളിതിൻ്റെ നേരെ പുറകുവശത്ത് ഉണ്ടോ തൊട്ട് പുറകുവശത്ത് നമ്മളിതിലെ ഇങ്ങനെ കൊണ്ടുപോയി അടുക്കളയുടെ അവിടം വരെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പൈപ്പ് ഈ ടോയ്ലറ്റിലും ഇട്ട് കൊടുക്കാമെന്നുള്ളൊരു ചിന്തയിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ മാത്രം ഒരു പൈപ്പ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അതിന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതൊന്നും ചേട്ടൻ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേട്ടാ
എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് നമ്മൾ ടാങ്ക് കൊണ്ടുവന്ന് ടാങ്ക് കൊണ്ടൊന്നും അത് ഫിറ്റ് ചെയ്യോ. വണ്ടി കയറാണ്ടായി പോയില്ല അന്ന്. അന്ന് വണ്ടി കയറായിപ്പോയി, ബുദ്ധിമുട്ടായി പോയില്ല. പിന്നിപ്പം ഏതായാലും മതി. ഇപ്പം മഴക്കാലം 2-3 ദിവസം കൂടെ കഴിഞ്ഞു. മഴക്കാലമായതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് വിഷമില്ലല്ലോ. അതെ അതെ അതെ. ഈ ടാങ്ക് തോട്ടിലെ വെള്ളം തീരുന്നതിന് മുമ്പ് നിറച്ചിട്ടാല് നിറച്ചിട്ട നിങ്ങൾക്ക് പിന്നെ അങ്ങനെ എപ്പോഴും തിരിക്കാൻ പോകണ്ടല്ലോ അല്ലേ? അല്ല, കഴിഞ്ഞ ദിവസം ആന വന്നല്ലേ പറഞ്ഞേ? വന്നു. ആണല്ലേ? ആന വന്ന് നമ്മുടെ അലാറം അടിച്ചിട്ട് അവിടെ എല്ലാം തൂറി വരിക അതിൽ ഓടിപ്പോയത്. ആണല്ലേ? പൈപ്പിന്റെ അങ്ങോട്ട് പോയായിരുന്നോ? പൈപ്പ് വലിച്ചു കളഞ്ഞായിരുന്നു. പൈപ്പ് മൊത്തം നശിപ്പിച്ചു. കൊറേ കളഞ്ഞു. ആണല്ലേ? ഓ, നിങ്ങൾക്ക് അത് ചവിട്ടിയും കൂട്ടി പിന്നെ വലിച്ചു അല്ല തന്നെ വലിച്ചു പറയും. ആണല്ലേ? നിങ്ങൾക്ക് എന്നും ഈ പൈപ്പ് തിരിക്കാൻ പോക്ക് തന്നെയല്ലേ? അതൊരു പണിയാ. ആണല്ലേ? അത് നല്ല വേദനാകുമ്പോ ഇതിപ്പോ പറ്റിപ്പോവല്ലേ. അതെ അതെ അതെ. അന്നേരത്തെ നമ്മള് സ്റ്റോക്ക് ചെയ്യുന്നു. അല്ലേ? നല്ല വേലാകുമ്പോ വെള്ളം നിൽക്കൂലോ അല്ലേ? വെള്ളം നിൽക്കും. ഇപ്പൊ ആ തോട്ടിന് വെള്ളം ഉള്ളതുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ഒരു 3 മാസത്തിന് പിന്നെ നമുക്ക് വെള്ളത്തിന് വേണം. ശരിക്കും വേനൽക്കാലത്താട്ടോ ഇവർക്ക് ശരിക്കും ഈ വലിയ ടാങ്കിന്റെ ആവശ്യം. അതായത് വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഇവരുടെ ഈ തോട്ടിലെ വെള്ളം എല്ലാം നിൽക്കും. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു 2 ടാങ്കും പിന്നെ അവിടെ ഉള്ള ഒരു പടുത കുഴിയുണ്ട്. ആ കുഴിക്കകത്തുള്ള വെള്ളം, ഇത്രയും വെള്ളത്തിലാണ് ഇവർ 2 മാസം 2-2.5 മാസം ഇത്രയും വെള്ളത്തിലാണ്. അതായത് ഇപ്പം ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് പോകുന്നതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം. ഇത് മഴക്കാലം ആയതുകൊണ്ട് കാണുന്ന പ്രതിഭാസമാണ്. ആക്ച്വലി വേനൽക്കാലത്ത് ഇവർക്ക് വെള്ളമില്ല. ഇവർ ഈ ഇത്രയും വെള്ളം കൊണ്ടാണ് ഈ 2.5 മാസം കഴിച്ചു കൂടിയത്. നമ്മളതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് ടാങ്കും കാര്യങ്ങളൊക്കെ തരാനായിട്ട് നല്ല മനസ്സുള്ള ആളുകൾ തയ്യാറായത്. അതായത് നമ്മളിവിടെ ടാങ്ക് എത്തിച്ചിരിക്കുകയാണ്. ചേട്ടാ, പിന്നെ വലിയ ഉപകാരമായി. അതെ, നമുക്ക് ഈ വെള്ളം കൊണ്ട് ഒപ്പിക്കാം. അതെ, നമുക്കിത് സ്പോൺസർ ചെയ്ത് 3 ആൾക്കാരാട്ടോ. അവർക്കെല്ലാം 3 പേരാ. അപ്പം അവരോട് എന്നാ പറയാനുള്ളത്? വേറെ തന്നെ നമുക്ക് സന്തോഷമുള്ളൂ. ഇവര് ഇത് സന്മനസ് തോന്നുന്നത് നമ്മള് വേലൊക്കെ വെള്ളം കുടിക്കാം. അതെ അതെ, നമ്മളിത് പറഞ്ഞ അവിടെ അവര് നമുക്ക് സഹായിക്കുമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും നന്ദി. ഈ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമോ? അത് നമ്മൾ സാധനക്കാരെ കൊണ്ടൊന്നും കാണിക്കാതെ കുഴൽക്കിണർ അടിച്ചാൽ വെള്ളം കിട്ടും. കുഴൽ നമുക്ക് ഇവിടെ അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ഇവിടെ വണ്ടി വണ്ടി കയറി വരുമൊന്നുമില്ല. അത് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും സാധനക്കാർ അറിയാവുന്നതിനെ കൊണ്ട് വിളിച്ച് കാണിക്കും. അങ്ങനെ ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ ഈ ഭാഗത്ത്? ആരുമില്ലെന്നല്ലേ. ഇല്ലേ? ഒന്നാമത് ഇവിടെ ആരും താമസമില്ലല്ലോ. ഇല്ല. എന്നാലും നമുക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോയെന്ന് പറയണം. കാരണം എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു അങ്ങനെ ഒരു സാധ്യത ഉണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ആലോചിക്കാം. അപ്പോൾ ഒന്ന് പറയണം കേട്ടോ. ഉണ്ടെങ്കിലേ ഏതായാലും നിങ്ങൾക്ക് ഇത് എന്തായാലും ഇവിടുന്ന് പഞ്ചായത്തിൻ്റെ വെള്ളമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ഒറ്റ വീട്ടുകാർക്ക് വേണ്ടി പൈപ്പ് ഇട്ട് കൊണ്ടുവരികയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും വെള്ളത്തിന്. ഇനി അത് കൂടി വരുള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഒത്തിരി താത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അല്ലേ, ഒരു 5-6 കോലെങ്കിലും താത്തി വെള്ളം കിട്ടുവാണെങ്കിൽ. ഇതിന്റെ അടി പാറയായിരിക്കും. ആണല്ലേ? 6 വേണ്ടേ? 6 വേണ്ടെന്ന് പറഞ്ഞത്. 6 കോലൊന്നും കിട്ടുമല്ലോ. 6 കോലും കിട്ടിയില്ല ഇല്ലേ? അങ്ങനത്തെ ഒരു വിഷമമില്ലല്ലോ. ആണല്ലേ? ഞാൻ ചോദിച്ചാ അവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാലം ഉള്ളതുകൊണ്ട് എല്ലാം കിട്ടുമെന്ന് അറിയാനാ ചോദിച്ചത്. ഇതിന്റെ അടിപ്പാറയോ ഒറ്റപ്പാറയോ ഇതല്ല. ആണല്ലേ? ഈ സാധനം കാണുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർക്ക് അറിയാമായിരിക്കും. സാധനം കാണുന്ന ആൾക്ക് ചിലപ്പോൾ കിളിക്കുന്ന എവിടെയെങ്കിലും കിട്ടാൻ മതി. നമ്മുടെ യോഗം പോലെ ഇരിക്കും. നമ്മുടെ യോഗം പോലെ അറിയാവുന്നവരാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് പറയും. അതായത് നമുക്ക് നോക്കാം. എന്തായാലും ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഉറപ്പ് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ ടാങ്കൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ അത് വെള്ളം നിറയ്ക്കാനില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നമുക്ക് നോക്കാം കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന പോത്ത് കറി വെച്ചോ? അടുപ്പായിരുന്നു. ഞാൻ ഇവർക്ക് ഇച്ചിരി ഇറച്ചിയൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ കറി വെക്കാനായിട്ട്. അപ്പോൾ ചേട്ടനത് ഇപ്പം അവരവിടെ കറിയൊക്കെ വെക്കുന്നുണ്ട്. അതായത് ഞങ്ങളിവിടെ ആൽവിനിവിടെ പണിയാണ്. അപ്പം അന്ന് നമ്മൾ വന്നിട്ട് കുറച്ച് പണി ഇവിടെ ഇത്രയും ടാങ്ക് ആദ്യത്തെ ദിവസം നമ്മൾ സെറ്റ് ചെയ്തുള്ളൂ. സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും വലിയ മഴയും കാര്യങ്ങളും വന്നിട്ട് നമ്മുടെ പരിപാടിയൊന്നും നടന്നില്ല. ഏതായാലും ഇന്നത്തെ ദിവസം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഏതായാലും അധികം താമസിക്കാൻ നമ്മൾ തീർക്കും കേട്ടോ അതിൻ്റെ പണി. ഏതായാലും നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മുടെ അലാം സിസ്റ്റം ഇവിടെ തന്നെയുണ്ട്. ഇതിന് ശേഷം 2 പ്രാവശ്യം ഇവിടെ ആന വന്നു എന്നാണ് തങ്കഞ്ചേട്ടൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞത്. ആന വന്നപ്പോഴൊക്കെ അലാറം അടിച്ചു. ആന ഇതിലേ തന്നെ തിരിച്ച് ഓടിപ്പോവുകയാണ് ചെയ്തത്. അവരുടെ പൈപ്പും കാര്യങ്ങളൊക്കെ മുകളിലുണ്ടായിരുന്നു. ആ പൈപ്പൊക്കെ 1-2 പ്രാവശ്യം ആന നശിപ്പിച്ചായിരുന്നു. വലിച്ച് ചുരുട്ടിക്കൂട്ടി ഇട്ടെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ കണ്ടാണ് ആ ചേട്ടൻ പൈപ്പും കാര്യങ്ങളൊക്കെ വെള്ളം തിരിക്കാനായിട്ട് അന്ന് പോകുന്ന വളരെ ബുദ്ധിമുട്ടേറിയ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ആ 2 മനുഷ്യർ ആ പൈപ്പ് ഇട്ട് വെള്ളം അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അവരിപ്പോൾ ഇതുപോലെ വലിയ കഷ്ടപ്പാടിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ
അവരുടെ കഷ്ടപ്പാടിന് ഒരു ചെറിയൊരു പരിഹാരമെങ്കിലും ആകട്ടെ. ഇച്ചിരി വലിയ ടാങ്കിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് നാളെങ്കിലും ഇവരധികം വെള്ളമൊന്നും ഉപയോഗിക്കുന്ന ആളുകളല്ല. കാരണം അങ്ങനെ വെള്ളം മിതമായിട്ട് ചിലവാക്കാൻ നന്നായിട്ട് പഠിച്ച ആൾക്കാരാണ്. കാരണം അവരുടെ അവസ്ഥ നമ്മൾ 2 മാസം മുന്നേ കണ്ടതാണ്. ഇവിടെ കാണുന്ന ബാക്കി ആദ്യം ഉണ്ടായിരുന്ന ആ ചെറിയ 2 ടാങ്കിലും ആ ഒരു പടുതാക്കുളത്തിലും ആയിട്ട് ആണ് ഇവർ ആ ഒരു വെള്ളത്തിലാണ് ഇവർ 2-2.5 മാസം കഴിഞ്ഞ് കൂട്ടുന്നത്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത്രയും വെള്ളത്തിൽ. അപ്പോൾ ആ വെള്ളം വെച്ചാണ് അവർ 2.5 മാസം അതായത് ഇതിൻ്റെ അകത്ത് പിടിച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വെള്ളം കഴിഞ്ഞു. അതും തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവസാനം അവർ പൈസ കൊടുത്ത് ഒരു ടാങ്ക് വെള്ളം അടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഒരു ടാങ്കും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഇവരുടെ കാര്യങ്ങളൊക്കെ ഇത്രയും നാളും നടന്നങ്ങ് പോകും. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഉപകാരം ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഒരാൾ എന്നോട് കിണറിൻ്റെ കാര്യമൊക്കെ എൻക്വയറി ചെയ്തിരുന്നു. അതൊന്നും നടക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏതായാലും നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. ഏതായാലും നമുക്കിത് സ്പോൺസർ ചെയ്ത് തന്ന 3 ആൾക്കാരെ അവരെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കാം കേട്ടോ. ഏതായാലും അവരുടെ പേര് ഞാൻ ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഏതായാലും ഇതാണ് നമ്മുടെ ടാങ്ക്. നമുക്ക് ഈ ടാങ്കിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന അത്യാവശ്യം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ കാണാം. ആൻറ്റി ബാക്ടീരിയലാണ്, UV സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്, എക്കോ ഫ്രണ്ട്ലി എന്ന് കാണിച്ചിട്ടുണ്ട്, ISO സർട്ടിഫിക്കറ്റ് ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. നല്ല കട്ടിയുണ്ട് കേട്ടോ. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ നല്ല കട്ടിയുള്ള ടാങ്ക് തന്നെയാണ് കേട്ടോ. ഏതായാലും 2000 ലിറ്റർ ഇതാ നമുക്ക് കാണാം. ഏതായാലും ഇവിടെ പൈപ്പ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെ കാണാം. വീഡിയോ ഏതായാലും നമ്മൾ ഇവിടെ പൈപ്പ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടും പൈപ്പ് ഉണ്ടാവും, അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും വരും. ഇതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ പൈപ്പ് തികയല്ലേ? ഓ കേൾക്കണം. ഈ മലമുകളിലേക്ക് പണിയാനായിട്ട് ഞാനൊരു 100 പേരെ അന്വേഷിച്ചിട്ട് ആകെ ആൽബിൻ മാത്രമേ വരാമെന്ന് സമ്മതിച്ചിട്ടുള്ളൂ കേട്ടോ. ആൽബിനെ അതുകൊണ്ട് പ്രത്യേകം ഒരു നന്ദി പറയുകയാണ്. ഏതായാലും പൈപ്പിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്യാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ പൈപ്പ് ഇച്ചിരി ലെങ്ത്ത് കുറവുണ്ടോ എന്നൊരു ഡൗട്ട്. ഏതായാലും നമ്മൾ കൂടുതലാണ് എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ചെറിയ പ്ലാനിങ്ങിൽ ചെറിയ മാറ്റം വന്നപ്പോൾ പൈപ്പ് ഇവിടം വരെ എത്തുമെന്നൊരു സംശയം കേട്ടോ. ഏതായാലും ഇതാണ് ഇവരുടെ അടുക്കള കേട്ടോ. ചേച്ചിയേ, ഇതാണ് അടുക്കള. ചുമ്മാ വന്ന വെള്ളമൊന്നും വേണ്ട. എന്തിയേ? ഒന്നുമില്ല, ചുമ്മാ അടുക്കളയിൽ നിന്ന് കാണാൻ വന്ന. ഞങ്ങളുടെ അടുക്കള കാണേണ്ട അടുക്കളയാണോ? നല്ല അടുക്കളയാണല്ലോ. മനുഷ്യന്മാർ പുറത്ത് കാണിക്കില്ല ഈ വീഡിയോ. ഇല്ല, ആരും കാണിക്കില്ല, ആരും കാണില്ല കേട്ടോ. എന്താ ദൈവമേ. ചേച്ചി അവിടെ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എന്നാ കറി ചേച്ചി ഉണ്ടാക്കുന്നത്? കറി, ഇറച്ചിക്കറി, ബീറ്റ്റൂട്ട് തോരൻ, ഇതുണ്ട്. ഏതാ? ബീറ്റ്റൂട്ടല്ല, ക്യാരറ്റ്, പിന്നെ തൈരുണ്ട്, ഓഹോ മീൻ വറുത്തത്. അടിപൊളി പരിപാടിയാണല്ലോ. തൈര് അപ്പാട് മതിയോ അതോ ചള്ളാസാക്കണോ? എന്നെ ആക്കിയാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. ഇതൊന്നും ഇല്ലാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ ഇറച്ചിക്കറി. നിങ്ങളുടെ ഇറച്ചിക്കറി അതന്നെ? അതെന്താ ഇറച്ചിക്കറിയാ? നമ്മുടെ ഇറച്ചിക്കറി അങ്ങനെ പറ. നമ്മുടെ ഇറച്ചിക്കറി. ദൈവം പുറത്ത് കാണിക്കില്ല. ചേച്ചി ഉണ്ടാക്കിയോ? ഭക്ഷണം ഉണ്ടാക്കിയോ? തേങ്ങ. ചേച്ചി ഇവിടെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പണിയുടെ ഇടയ്ക്ക് ചേച്ചി എന്നാ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് ഞങ്ങൾ കയറി വന്ന കേട്ടോ. ഇതാണ് കേട്ടോ ഇവരുടെ വീടിൻ്റെ പുറകുവശം. നമ്മൾ വീടൊന്നും മൊത്തം ഇതുവരെ കണ്ടിട്ടില്ല. ഈ 2 മനുഷ്യർ മാത്രം ഇവിടെ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ ആരും തന്നെ കൃത്യം പറഞ്ഞാൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ചേച്ചിക്കൊക്കെ വലിയ സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ ടാങ്കൊക്കെ പിടിപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞാലും വല്ലപ്പോഴുമൊക്കെ നമ്മളിനി ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് ശ്രമിക്കും കേട്ടോ.
ഇവിടെ ടാപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ നമുക്ക് സമയം തരുമെന്ന് വിചാരിക്കാം അല്ലേ? നിങ്ങൾ തൊട്ട് മുന്നേ കണ്ട കഴിഞ്ഞ ദിവസം മറ്റേ ജീപ്പ്, അതായത് നമുക്ക് ടാങ്ക് കൊണ്ടുവന്ന ജീപ്പ് കയറി പോകാണ്ട് കിടന്ന് കളിച്ച പ്രദേശമാണ്. അതായത് തെളിഞ്ഞ് കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇച്ചിരി കാട് പിടിച്ച് കിടന്നതാണ്. ആ ജീപ്പ് കിടന്ന് തിരഞ്ഞ് കളിച്ച് പുല്ലൊക്കെ തെളിഞ്ഞ കേട്ടോ. അല്ലാണ്ട് ഇവിടെ ആക്ച്വലി ഒന്നുമില്ല. ഇതുപോലെ തന്നെ കാട് പിടിച്ച് കിടന്ന സ്ഥലമല്ല. ഇങ്ങോട്ട് ആരും പോക്കൊന്നുമില്ല. ഇങ്ങോട്ട് അങ്ങനെ വീടുകളും ഇല്ലല്ലോ. 1-2 പേര് ഇടയ്ക്ക് പറമ്പിലൊക്കെ പോയി അന്വേഷിക്കുന്നതല്ലാണ്ട് എല്ലാവരും തന്നെ ഇവിടുന്ന് പോയതാണ്. അപ്പം അന്ന് നമ്മൾ പഴയ കട്ടയൊക്കെ പറക്കിക്കൊണ്ട് വന്ന് ഇട്ട് ഇങ്ങനെ പൊടിച്ച് കല്ലൊക്കെ വെച്ച് വണ്ടി പുറകോട്ട് പോകാതിരിക്കാൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടോ ടയറിൻ്റെ പാടൊക്കെ കണ്ടോ, കുറേ ഇറങ്ങി കളിച്ച്. അന്ന് നമ്മൾ മണ്ണെടുത്തത് ഇവിടുന്ന് കേട്ടോ. ഇവിടെ ഇതുപോലെ മണ്ണൊക്കെ ഇടിച്ച് മണ്ണൊക്കെ കോരി നമ്മൾ ഇങ്ങനെ നിലത്തോടെ കിട്ടി. ഇതിപ്പോൾ മഴ പെയ്തപ്പോൾ കുറേ മണ്ണ് താഴേക്ക് പോയി. അവിടെയൊക്കെ നിരങ്ങി കളിച്ച് വണ്ടി കൊക്കയിലോട്ട് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചാൽ തെന്നിപ്പോയി കേട്ടോ. അങ്ങനത്തെ കുറേ റിസ്ക് പരിപാടിയായിരുന്നു അന്ന്. ഇങ്ങനെ കയറ്റമാണ്. ഈ കയറ്റം കയറി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറ്റം കയറി കഴിയുമ്പോഴാണ് നിരപ്പാകുന്നത് കേട്ടോ. ഏതായാലും അപകടമൊന്നും കൂടാതെ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ ദിവസം പരിപാടി ക്യാൻസലായി പോയിട്ടോ. അല്ലെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഈ പരിപാടി മൊത്തം തീർത്ത് പോകേണ്ടതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും കൂടെ ആയിപ്പോഴത്തേക്കും എല്ലാം മൊത്തത്തിൽ ബുദ്ധിമുട്ടായി പോയി കേട്ടോ. നാട്ടിലിറങ്ങി നടക്കത്തില്ല അല്ലേ? പൈപ്പിൻ്റെ ചോട്ടിലിടാൻ വേണ്ടി ഇച്ചിരി കോൺക്രീറ്റൊക്കെ കുഴച്ചിട്ടു. അതിൻ്റെ തിരക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത്. ഒരു സാധനം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. വെള്ളം ഇങ്ങോട്ട് തന്നെ ഒഴുകിക്കോട്ടെ കേട്ടോ. ചീവണം പൊടിമണൽ എടുക്കണോ? ഒന്ന് സെറ്റാക്കിയിരുന്നാൽ മതി. കുത്തി വീഴുന്ന സ്ഥലം ഇതല്ലേ? വെള്ളം കുത്തി വീഴുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കുന്ന കേട്ടോ. ഹ്യൂമിഡിറ്റി കാണുന്നത് ഇതിൻ്റെ അടിയിൽ കോൺക്രീറ്റും ഉണ്ട്. അതിൻ്റെ മുകളിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഈ പൈപ്പിന് സപ്പോർട്ടായിട്ട് കോൺക്രീറ്റ് വന്നിട്ടുണ്ട്. ഈ ടാപ്പിന് അത് കൂടാണ്ട് അതിൻ്റെ പുറത്തോടെ നമ്മളൊരു വെള്ളം വീഴുമ്പോൾ ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടെ ചെയ്യാം കേട്ടോ. രാത്രി വരെ ആ സിമെൻറ്റിൻ്റെ ചാക്കേ എങ്ങനെ എന്നിട്ട് മൂടി വെക്കണേ. വൈകിട്ട് വലിഞ്ഞിട്ട് മതി അല്ലേ? വെള്ളം വലിഞ്ഞിട്ടല്ലേ? നമ്മളിവിടെ വന്നിട്ട് കയ്യും കാലും ഒക്കെ കഴുകാട്ടോ. ചെറുപ്പൊക്കെ ഭയങ്കര വൃത്തികേടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക കേട്ടോ. ഇങ്ങനത്തെ ബൂട്ടിട്ട് അങ്ങോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം വന്നിട്ട് അട്ട കടിച്ചിട്ട് ചോര നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു 400 രൂപ കൊടുത്ത് മേടിച്ച സാധനമാണ് കേട്ടോ. അല്ലാണ്ട് ഈ പരിപാടിയൊന്നും നടക്കൂല ഇവിടെ. ഇത് നമ്മുടെ തങ്കച്ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. എനിക്ക് ഈ സ്ഥലം അറിയാമായിരിക്കും. പണ്ട് വന്നപ്പോഴൊന്നും ഇവിടെയൊന്നും വെള്ളമൊന്നും ഇല്ല. ഇപ്പോൾ അതൊരു കുഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല സീനറി കേട്ടോ. പക്ഷേ
രാത്രിയൊന്നും അത്ര സുഖമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് നേരെ മുന്നോട്ട് നോക്കിയാൽ അവിടെ ഇതൊക്കെ ആന ഇടിച്ച് ഇറങ്ങി വരുന്ന വഴിയാട്ടോ. ആരാ ഏതായാലും നമ്മുടെ പൈപ്പിൻ്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു പൈപ്പ് നമ്മൾ പിടിപ്പിച്ച് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു പഴയ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് ഇത് കയറ്റാതെയാണ്. ഏതായാലും അവർക്ക് ആവശ്യത്തിന് ഇവിടെ പിടിപ്പിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഇതിലിങ്ങനെ പോയി അത്യാവശ്യം ഈ പ്രദേശത്തൊക്കെ നമ്മൾ ചെയ്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നാളത്തേക്ക് ഉറച്ചോളും. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയി കേട്ടോ. അതെ, ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ പറമ്പ് നിങ്ങൾക്ക് കിടക്കുന്ന കാണാം വനം പോലെ ആയിക്കോട്ടെ. വനം തോറ്റു, വനത്തിൽ ഇത്രയും കാടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പായിരുന്നു. ആൾക്കാർ ഇവിടെ താമസമില്ല, അവർ ഉപേക്ഷിച്ച് അങ്ങ് പോയേക്കാണ്. പക്ഷേ ഈ ഒരു പറമ്പ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉദരം ഇവിടെ ബാക്കി താമസിക്കുന്ന ആളുകൾക്കാട്ടോ. ഇതാ ഈ ഒരു മുരിക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇതൊക്കെ നല്ലൊരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറിഞ്ഞ് വീഴും കേട്ടോ. ഈ വീണ് കഴിഞ്ഞാൽ നേരെ ഈ പെരയുടെ പുറത്തേക്കോ ഈ ടാങ്കിൻ്റെ പുറത്തേക്കൊക്കെ ആയിരിക്കും വീഴുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ഇവരൊക്കെ ചെയ്യേണ്ടതാണ്. എന്താണ് ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങുന്നതെന്ന് നമുക്കറിയത്തില്ല. വളരെ മോശം കേട്ടോ. ഈ മനുഷ്യർ ഇവിടെ തന്നെ താമസിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കാട് തെളിക്കാനുള്ള പരിപാടിയൊക്കെ നിയമങ്ങളൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. കാട് തെളിക്കാത്ത ആളുകളുടെ പറമ്പ് പഞ്ചായത്തിന് നേരിട്ട് ഉത്തരവാദിത്വം എടുത്ത് തെളിച്ചിട്ട് പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് ഇരട്ടി പൈസ മേടിക്കാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം നടപ്പിലാക്കും എന്നുള്ളതൊക്കെ ഇനി കണ്ടറിഞ്ഞ് കാണേണ്ട കാര്യങ്ങളാട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഇതുപോലെ മുരിക്ക് പോലത്തെ തടികളാണ്. ഇതൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള തടികളാണ്. ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ ആ ചേട്ടൻ കാണിച്ചു തന്നാട്ടോ. അപ്പോൾ തങ്കം ചേട്ടാ, ചേച്ചി സന്തോഷമായോ? സന്തോഷമായി. ടാങ്ക് കൊണ്ട് വെച്ച് തന്നു, എല്ലാം ഫിറ്റ് ചെയ്ത് തന്നു, എല്ലാം നല്ലൊരു ഭക്ഷണം കഴിച്ചു, എല്ലാം റെഡിയാക്കി തന്നു. വലിയ ഉപകാരം, സന്തോഷം. നമുക്കത് ചെയ്ത് തന്നേക്കുന്നത് 4 പേരാ. 4 പേര് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അവരോടെല്ലാം ഒരാളുടെ പേര് ശ്രീഷ്മ, ഒരാളുടെ പേര് രമ്യ, ഒരാളുടെ പേര് വിജയകുമാർ, പിന്നെ ഒരാള് രാജമ്മ. എല്ലാവരും പുറത്തുള്ളവരും ഈ നാട്ടിലുള്ളവരും ഒക്കെയാണ് കേട്ടോ. നിങ്ങളോടൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. കൊച്ചേ, ഈ കഴിഞ്ഞ വർഷം വരെയും ഈ ഒരു വർഷമാണ് ഇത്രയും വെള്ളത്തിന് ക്ഷാമം വന്നത്. ഇതിനു മുമ്പ് ഇത്രയും ക്ഷാമം ഇല്ലായിരുന്നു. ഇപ്പോൾ ക്ഷാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ 5-6 വീട്ടുകാരാണ് ഒരു കല്ലിനടിയിൽ നിന്നോ പൊത്തിനടിയിൽ നിന്നോ വരുന്ന വെള്ളം കൊണ്ടുപോയി ഉപയോഗിച്ച് ഓരോ മണിക്കൂർ ഇടവിട്ട് വെള്ളം കിട്ടുന്നു. അത്രമേൽ എവിടെയും പോയാൽ തുള്ളി വെള്ളം പറ്റിപ്പോയി, ആർക്കും ഇല്ലായിരുന്നു. ആർക്കും ഇല്ലായിരുന്നു ഈ വർഷം, ഈ കഴിഞ്ഞ വേനൽക്ക് വെള്ളം. ഇട്ടെറിഞ്ഞു പോയി. വെള്ളമില്ലാത്തതുകൊണ്ടും വനമായിട്ട് എടുക്കാം മൊത്തം. വന്യമൃഗ ശല്യവും. അത് കാട് തെളിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ആരുടെ ആവശ്യപ്പെട്ടായിരുന്നോ? ആവശ്യപ്പെട്ടപ്പോ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ട് പറഞ്ഞത് പിന്നെ ആള് താമസമില്ലാത്ത പറമ്പല്ലേ, നമുക്ക് ഓരോരുത്തരോടും പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പുതിയ നിയമം ഇറങ്ങിയിട്ടില്ലേ വെട്ടാന്നുള്ള? അതൊന്നും പറയുന്നില്ല അവര്. കാട് തെളിക്കാത്തോണ്ട് വലിയ ബുദ്ധിമുട്ടാല്ലേ. പിന്നെ ഇപ്പൊ തന്നെ ഈ പിന്നെ അലാറം ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് 2 പ്രാവശ്യം വന്നാണ്. അലാറം ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാൻ കിടക്കാം. ഇത് സൗണ്ട് വെക്കുന്നത് നമ്മളറിയും, അറിയില്ല. ഇപ്പൊ പെര വന്ന് തള്ളിയിട്ടാലും നമ്മൾ അറിയുന്നില്ല, രാത്രി ഉറക്കമല്ലേ. അപ്പൊ ഇത് ഈ അലാറം വെച്ചോണ്ട് നമുക്ക് സൗണ്ട് കേട്ട് ഞങ്ങൾ കേൾക്കും. പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ എല്ലാം പിണ്ടം തൂറിയിട്ട് എല്ലാം അടിച്ച് ട്യൂബെല്ലാം കുടിവെള്ളത്തിൽ ട്യൂബെല്ലാം വലിച്ചു കുറച്ച് കളി പറയുമ്പോൾ അവർ വന്ന് ഇവിടെ ഫോറസ്റ്റുകാരോട് പറയും. അവര് വിളിച്ച് പറയുമ്പോൾ അവരിവിടം വരെ ഒന്ന് ഒരു പടക്കം വെച്ചിട്ടിച്ചിട്ട് അവര് പോകും. അത്ര തന്നെ. ഫെൻസിങ് 1 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇതുവരെ എനക്കൊന്നുമില്ല. പിന്നല്ല, നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒന്ന് സർക്കാർ ഈ സ്ഥലം എടുത്തിട്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരും. ഞങ്ങൾക്ക് ഒരു പേര് സ്ഥലം എടുക്കാനുള്ള പൈസ തന്നിട്ട്, അല്ലാതെ നമ്മളിവിടെ കിടന്ന് ദുരിതപ്പെടുവല്ലേ. ഇതൊന്നും ആരും അധികാരികൾ അറിയുന്നില്ല.
ഈ ഇങ്ങനെ കുറച്ച് പേര് ഈ കാട്ടപ്പന് കിടന്ന് ദുരിതം അനുഭവിക്കും. ഓരോ ദിവസവും ആ കാട്ടുമൃഗങ്ങളെ പേടിക്കണം എന്ന് വേണ്ട. എല്ലാ തരത്തിലും വഴിയില്ല, വെള്ളമില്ല. ചേട്ടനൊക്കെ ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ എങ്ങനെയാണ് മേടിച്ചോണ്ട് വരുന്നത്? ഞാൻ ആ ഓട്ടോ വരുന്നിടം വരെ ഓട്ടോയ്ക്ക് വന്നിട്ട് പിന്നെ ചുമക്കുക. കിലോമീറ്റർ ഉണ്ട്. അത് വഴി അത് പയ്യെ ഇവിടുന്നും 10 മീറ്റർ കഴിയുമ്പോൾ അവിടെ വെച്ച് അവിടെ ഇരിക്കും. അങ്ങനെ ചുമന്നുകൊണ്ട് വരും. അത് അരി ഞങ്ങള് ഈ വേനക്ക് മഴ പിടിച്ചു കഴിഞ്ഞാൽ ഒറ്റ മഴ പെയ്താൽ ഒറ്റ വണ്ടിയും കയറി വരാം. അത് കാരണം ഞങ്ങൾ മഴയ്ക്ക് മുന്നേ അത്യാവശ്യമുള്ള സാധനം മഴയ്ക്ക് മുമ്പ് ആ ജീപ്പ് വന്നപ്പോൾ അരിയും പിന്നെ അതൊക്കെ താഴെ ഇറങ്ങുമ്പോ കുറേശ്ശെ മേടിച്ചു. ഇല്ല 15 പൊക്കൊക്കെ ഒരു പ്രാവശ്യം. അതേ ഉള്ളൂ. അല്ലാതെ 300 രൂപ ഓട്ടോ കൂലി കൊടുക്കണം. ഒന്നും നടക്കുന്ന കേസല്ല. ആഴ്ചക്കായി 15 പൊക്കെ 20 പൊക്കൊക്കെ പോകും. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല, ആരെയും ശല്യപ്പെടുത്തുമല്ലായിരുന്നു. ഇതിപ്പോ ഈ വെള്ളം ഇതുപോലെ പറ്റിപ്പോയി തുള്ളി പോലും ഒരിടത്തും ഇതാണ്. ഇത് നമ്മൾ ഈ സ്റ്റോക്ക് വെക്കുന്നത് പിന്നെ വേനൽക്കത്തിന് വേണ്ടിയിട്ടാണ്. ഈ ടാങ്കെല്ലാം നിറച്ചിട്ടാൽ വേനൽക്ക് മഴക്കാലം വെള്ളം നിൽക്കുന്നതിന് മുമ്പ് ഇതെല്ലാം നിറച്ച് വെച്ചാൽ വേനൽക്ക് ഒരു 2-3 മാസം നമുക്ക് ടൈറ്റ്. എന്നാലും നമുക്ക് ഈ വെള്ളം എടുത്ത് ഉപയോഗിക്കാമല്ലോ. കഴിഞ്ഞ വർഷം നിങ്ങൾ എത്ര 1500 ലിറ്റർ വെള്ളം കൊണ്ടല്ലേ നിങ്ങൾ ഇത്ര നാൾ കൊണ്ട്? 1000 ലിറ്റർ താഴെ മേടിച്ചു. 1000 ലിറ്റർ മേടിച്ചു. പിന്നെയും പൈസ കൊടുത്ത് മേടിച്ചല്ലേ? പിന്നെ ഇവിടെ ഒരു 1000-ന്റെ ഒരു 750-ന്റെ 2 ടാങ്കും പിന്നെ മണ്ണിലൊരു കുഴിട്ടാങ്കുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം കൊണ്ട് അലക്കും. 2000 കാണുമായിരിക്കും കൂടിപ്പോ. അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ 2000-ന്റെ ഈ ടാങ്ക് കിട്ടി വെള്ളം കൊണ്ടാണ് നിങ്ങൾ 2.5 മാസം കൊണ്ടുപോയത്. അതെ. ഇപ്പം ഈ ടാങ്ക് കൂടെ വന്നതുകൊണ്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് 2000 ലിറ്റർ വെള്ളം കൂടെ ശേഖരിക്കാമല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ല. അത്രയൊക്കെ ഇട്ട് ഉപകാരമായി. ഏതായാലും ഇത്രയൊക്കെ ചെയ്തു തന്ന പിള്ളേർക്ക് നിങ്ങൾക്കും അവർക്കും എല്ലാം ഭയങ്കര നന്ദി, പറഞ്ഞറിയിക്കാൻ പറ്റാതെ. ഞങ്ങൾ അത്രമേൽ കണ്ണുനീര് ചോര കുടിച്ചായിരുന്നു. ഞാനേ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടനും ചോദിച്ചു ഇവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഈ ഇത്രയും വെള്ളത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കുളിക്കുന്നത്? അതായത് ഒരു മെയ് മാസത്തിൽ വന്നേ. അതായത് അപ്പോൾ ഈ ടാങ്കിൻ്റെ അകത്തെ വെള്ളം ഒരു പകുതിയിലും താഴെ പോയായിരുന്നു. അത്രയും വെള്ളം കണ്ടേ വാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കുളിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ 3 ദിവസം കൂടുമ്പോൾ തുണി നനച്ച് മേത്ത് തുടയ്ക്കുന്നൊക്കെയാണ് അന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. തുണി നനച്ച് മേത്ത് തുടയ്ക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അങ്ങ് താഴ്മരുഭൂമിയിൽ ഇത്രയും ബുദ്ധിമുട്ട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതായത് ഈ വെള്ളം പറ്റിപ്പോയതുകൊണ്ട് ഈ ഒരു വർഷം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആയിപ്പോയത്. മഴയില്ലെന്നും പറയുന്നു, മഴയില്ല, വെള്ളത്തിന് ക്ഷാമം എന്നൊക്കെ പറയുന്നു. എങ്ങനെ ആവുക അങ്ങനെയൊക്കെയാ സ്ഥിതിഗതികളുള്ളത്. ഏതായാലും ഇങ്ങനത്തെയൊക്കെ നല്ല മനുഷ്യരുള്ളത് കൊണ്ട് ജീവിച്ചു പോകാം. ബാക്കി ആയിക്കോട്ടെ. പറയാം. എന്നാ വലുപ്പം അല്ലേ? 1 ലിറ്റർ ചോര പോയി കാണും അല്ലേ? ചേച്ചിയുടെ കാലയാണ് കണ്ടോ, ചേച്ചിയുടെ കാലയിൽ ചോര കണ്ടോ? നമ്മുടെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായി കഴിഞ്ഞു കേട്ടോ. എല്ലാം പൂർത്തിയായി. ഇവിടെ ചേച്ചി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. ദൈവമേ, ഇത് ഇവരുടെ പറമ്പിൽ നിന്ന് ഈ പ്രാവശ്യം ആന കളയാണ്ട് കിട്ടിയ ആകെ വാഴക്കൊലയെന്നെടുത്ത പഴം കൊണ്ടുണ്ടാക്കിയ പഴംപൊരിയാണ് കേട്ടോ. ആനയ്ക്ക് ഒരുപാട് നന്ദി. ഇതെങ്കിലും അതെ, ഇതെങ്കിലും ബാക്കി തന്നേന്.
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചേട്ടൻ നമ്മളോട് ഈ ടോർച്ചിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. കാരണം ഞാൻ അന്ന് തന്നെ വന്നപ്പോൾ ഇവർക്ക് ടോർച്ചിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മത്തൻ ചേട്ടനൊക്കെ മേടിച്ച് കൊടുത്ത പോലത്തെ തന്നെ ഒരു ടോർച്ച് മേടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് സാധനം കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്സും ഇതൊക്കെ കിട്ടും. അട്ടിച്ച അവിടെ ഉണ്ടോ, നല്ല വെളിച്ചമാണ്. ഉണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് ഇവർക്ക് ഏറ്റവും സൗകര്യം, ദൂരം അഡ്ജസ്റ്റ് ചെയ്യാം. ആ ചേട്ടാ, ആ ടോർച്ച് സന്തോഷമായോ? അതെ അതെ, ഇത് നല്ല ദൂരം കിട്ടും കേട്ടോ. പഴംപൊരിയൊക്കെ കാണുന്നുണ്ടോ? ഇതിന്റെ ചാർജർ ഇടുന്നുണ്ട്. ഇതിന്റെ ചാർജറേ, ഇതിന് ആപ്പാണ് ഒരു പിന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ തരാം. അപ്പൊ ഇതിന്റെ ചാർജറേ ഈ വെള്ള കേബിൾ മാത്രമേ നമുക്ക് കിട്ടുള്ളേ. ഞാനൊരു നമ്മളെ വീട്ടിൽ കിടന്ന ഒരു പഴയ ചാർജറും കൂടെ എടുത്താൽ നമുക്ക് കുത്തി വെക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇതെങ്ങനെ കുത്തുന്ന അറിയോ? അത് ചുമ്മാ കുത്തി വെച്ചിട്ട് ഇതിന്റെ ഒരറ്റം കാണിച്ചു ഇതും തുറന്നു ഇവിടെ ഇതുണ്ടോ, ഈ സാധനം ഇതിങ്ങ് മാറ്റി വെച്ച് ഇവിടെ ഒന്ന് കുത്തി നോക്കി. അതെങ്ങനെ കുത്തിയാലും കുഴപ്പമൊന്നുമില്ല. കയറിയില്ലേ? ഇനി അത് അത്തരോട്ട് കുത്തിയാൽ മതി. പക്ഷേ ഇടി വെട്ടുമ്പോൾ അത് ഊരി വെക്കണം കേട്ടോ, ചാർജർ കത്തിപ്പോവേ. ഇടി വെട്ടുമ്പോളേ തൂങ്ങി അതിന്റെ മുകളിൽ വെച്ച് നോക്കി, മുകളിലൊന്ന് പതുക്കെ വെച്ച് നോക്കി, മുകളിൽ ഭാഗത്ത് അവിടെ വെച്ച് നോക്കി. അതിന്റെ നടുഭാഗത്ത് അങ്ങ് വെച്ചാൽ മതി. കലണ്ടർ ഇച്ചിരി മാറ്റിയിട്ട് അങ്ങ് വെച്ചാൽ മതി. അങ്ങനെ ആയിരുന്നോളൂ. നിങ്ങൾ രണ്ടുപേരല്ലോ, പിള്ളേരൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഓണാക്കണ്ട, കാരണം ഇല്ലല്ലോ. അത് ഊരി വെച്ചോ, ഇപ്പൊ എല്ലാം ഇടി വെട്ടിയാലേ ഇല്ലാത്ത സമയത്ത് കുത്തിയാൽ മതി. ഇപ്പൊ ചാർജ് ഉണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ടാ പോന്നെ. അപ്പോൾ നമുക്ക് തങ്കഞ്ചേട്ടൻ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് സഹായിച്ച 4 പേരുണ്ട്. പ്രധാനമായിട്ട് 3 പേരും, പിന്നെ നമുക്ക് തികയാണ്ട് വന്ന പൈസ നമുക്ക് തന്ന് സഹായിച്ചത്, അങ്ങനെ മൊത്തം 4 പേരാണ്. അപ്പം ഞാൻ ആ 4 പേരുടെയും പേര് ഞാനിവിടെ പറയുകയാണ്. ഒന്ന് വിജയകുമാർ സാറ്, അദ്ദേഹം USA എന്നാണ്. അദ്ദേഹം നമുക്ക് ഇതിനു വേണ്ടി ഫണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാൾ രശ്മി ചേച്ചി പാലാ സ്വദേശിയാണ്. ചേച്ചി നമുക്ക് ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾ ശ്രീഷ്മ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ചേച്ചി ഷാർജയിലാണ്. അപ്പോൾ ആ ചേച്ചി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾ രാജമ്മ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ചേച്ചി USA ആളാണ്. അപ്പം ഇവരുടെ 4 പേരുടെയും സഹായത്തോടു കൂടിയാണ് തങ്കഞ്ചേട്ടന് നമുക്ക് ഈ ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവരെ ഒത്തിരി നന്ദിയോടുകൂടി നമ്മൾ ഓർക്കുകയാണ്. തങ്കഞ്ചേട്ടനും അതുപോലെ തന്നെ ചേച്ചിയും ഒത്തിരി നന്ദി നിങ്ങളോട് അറിയിച്ചിട്ടുമുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ സഹായം ഇല്ലാതെ നടക്കില്ലായിരുന്നു. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. വളരെ കഷ്ടപ്പെട്ടു കേട്ടോ. ഈ ടാങ്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കാര്യം പറയുമ്പോൾ ഒരു ടാങ്കല്ലേ ഉള്ളൂന്ന് പലരും ചിന്തിക്കും. പക്ഷേ ഇതിങ്ങോട്ട് കൊണ്ടുവരാനുള്ള റിസ്ക്കും വണ്ടിക്കാർ സമ്മതിക്കാത്തതിൻ്റെ പ്രശ്നവും എല്ലാം കൂടെ വെച്ച് നമ്മൾ കുറേ ബുദ്ധിമുട്ടി. അതൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഏതായാലും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച്, പ്രത്യേകിച്ച് ആനയൊക്കെ വൈകിട്ട് കഴിഞ്ഞാൽ ആന വരും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് നമ്മളിന്ന് ഈ ടാങ്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സഹായിച്ച 4 പേരെയും ഒത്തിരി നന്ദിയോടുകൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അവരുടെ പേരിലും ഞാൻ നന്ദി പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഇപ്പോൾ അവർക്കൊരു ടാങ്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം വേനൽക്കാലത്ത് അവർക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉള്ളൊരു സഹായം ആയി എന്ന് മാത്രം. ഒരു കിണറും അത്യാവശ്യമാണ്. പക്ഷേ അതൊക്കെ എങ്ങനെ പ്രാക്ടിക്കൽ ആവുമോ നടക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചൊക്കെ നമുക്കതിന് ഒത്തിരി വെല്ലുവിളികളുണ്ട്. അപ്പോൾ ഏതായാലും മഴക്കാലം കഴിഞ്ഞിട്ടേ കിണറിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പം വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.